ഐ പാർട്ട്നേഴ്സ് ഹോളിഡേയ്സ്. ഗുഡ് മോർണിംഗ്. ഞാൻ റഷീദ് അലി മാസ്റ്റർ മഞ്ചേരിയാണ്. ഞാനിപ്പോഴേ സ്ക്രീൻ വീഡിയോയിൽ വന്നിരിക്കുന്നത് നമുക്ക് അപെക്സ് ടോക്കൺ നമ്മുടെ വാലറ്റിലുള്ള ക്യാഷ് നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടി തൽക്കാലം നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ലീഡേഴ്സിന് കൊടുക്കാം. നമ്മുടെ അപെക്സ് മെയിൻ വാലറ്റിലുള്ള USDT നമുക്ക് നന്നായി വർക്ക് ചെയ്യുന്ന നമ്മുടെ ലീഡേഴ്സിന് നമ്മുടെ USDT കൊടുത്തിട്ട് അവരെ കയ്യിലുള്ള ക്യാഷ് നമുക്ക് വാങ്ങാം എന്നൊരു വീഡിയോ അതിന് മുമ്പ് ചെയ്തു, നിങ്ങൾ കണ്ടിരിക്കും പലരും. ആ വീഡിയോൻ്റെ തുടർച്ചയായിട്ടാണ് ഞാനിപ്പോൾ ഈ സ്ക്രീൻ വീഡിയോ വന്നിരിക്കുന്നത്. ആ വീഡിയോയിൽ കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, അതിൻ്റെ തുടർച്ച ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരികയാണ് കേട്ടോ. കാണിച്ചു തരണമെങ്കിൽ നമ്മളെ സൈറ്റിൽ കയറണ്ടേ, അതിന് വേണ്ടിയാണ് ഞാനിപ്പം ഈ സൈറ്റ് കയറിയിട്ട് കാണിച്ചു തരുന്നത്. ഇൻറ്റേർണൽ ട്രാൻസ്ഫർ ഇവിടെ ഫ്രീ ആണ്. നമ്മുടെ ഐഡിയിലുള്ള USDTനെ മറ്റൊരാൾക്ക് അയച്ചു കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അടുക്കൽ രൂപ ഉണ്ടെങ്കിൽ, ഇന്ത്യൻ രൂപ ഉണ്ടെങ്കിൽ അത് നമുക്ക് വാങ്ങി നമ്മുടെ പ്രശ്നങ്ങൾക്ക് ഒരു സൊല്യൂഷൻ ആയി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അതിനു വേണ്ടി ഞാനിവിടെ എൻ്റെ ഒരു ID ഓപ്പൺ ചെയ്യുകയാണ്. ഞാൻ എൻ്റെ ഒരു മെയിൻ ID ഞാൻ ഇവിടെ ഓപ്പൺ ചെയ്യുകയാണ്. ആ മെയിൻ ID ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കാണാം അതിലെത്ര ക്യാഷ് ഉണ്ട് ഓൾറെഡി എന്നുള്ളത്, എത്ര USDT ഉണ്ട് നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ എൻ്റെ ഒരു ID ഓപ്പൺ ചെയ്യുകയാണ്. ആ ID ഓപ്പൺ ചെയ്തിട്ട് ആ IDയിലുള്ള ക്യാഷ് ഞാൻ ഈ IDയിലുള്ള ക്യാഷ് കാണിച്ചത് ഓൾറെഡി എത്ര USDT ഇവിടെ ഉണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ ഒരു സൈറ്റ് ഞാനിവിടെ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം സൈറ്റ് ഓപ്പൺ ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് നോക്കാം. ഓക്കെ, ഇതെൻ്റെ ഒരു മെയിൻ ID ആണ്, അത് ഞാനിവിടെ ഓപ്പൺ ചെയ്തു. അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കാണാം കേട്ടോ, എല്ലാം ഇവിടെ കാണാം കേട്ടോ. 414 USDT ഉണ്ട് ഇവിടെ, 414 USDT. ഓക്കെ, ഇനി എൻ്റെ മറ്റൊരു IDയിലെ USDT ഞാൻ ഇതിലേക്ക് കൊണ്ടുവരികയാണ് കേട്ടോ. എൻ്റെ വേറെ ID ഉണ്ട് എനിക്ക്, ആ IDയിലത്തെ വരുമാനത്തെ ഞാനിവിടെ കൊണ്ടുവരികയാണ്. അത് നമുക്ക് ആദ്യം ഒന്ന് കാണാം. ഓക്കെ, അതിന് വേണ്ടി ഞാൻ എൻ്റെ മറ്റൊരു IDയിൽ കയറുന്നു. ഈ IDയിൽ ഞാൻ ലോഗൗട്ട് ആവുകയാണ്, ലോഗൗട്ട്. ഓക്കെ, ഞാൻ മറ്റൊരു IDയിൽ കയറുന്നു. മറ്റൊരു IDയിൽ ഞാൻ ഓപ്പൺ ചെയ്തു കണ്ടോ, APX 11 32 33 57 എന്ന എൻ്റെ മറ്റൊരു IDയിൽ കയറി. ഇവിടെ കാണാം നമുക്ക്. ഓക്കെ, ഈ IDയിൽ ഓൾറെഡി എത്രയുണ്ട്, 43 USDT ഉണ്ട്. 43 USDT ഉണ്ട്. ഈ 43 USDTനെ ഞാൻ എൻ്റെ മെയിൻ IDയിലേക്ക് മാറ്റുകയാണ്. ഓക്കെ, നമുക്ക് നോക്കാം. ഇവിടെ ഇൻറ്റേർണൽ ട്രാൻസ്ഫർ ഫ്രീ ആണെന്ന് ഞാൻ പറഞ്ഞു കേട്ടോ. ഇവിടെ നമ്മൾ ഇൻറ്റേർണൽ ട്രാൻസ്ഫർ കേട്ടോ. അപ്പോൾ ഇവിടെ ഒന്ന് സെലക്ട് വാലറ്റ് മെയിൻ ബാലൻസ്. ഈ മെയിൻ ബാലൻസ് നമ്മൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഏത് IDയിലേക്കാണ് നമ്മൾ മാറ്റുന്നത് ആ ID നമ്പർ ഇവിടെ അടിച്ചു കൊടുക്കുക. APX ഉണ്ടോ, ഞാൻ അടിച്ചു കൊടുത്തു 11 32 21 46 എന്ന IDയിലേക്ക് ഞാൻ ഈ IDയിലെ ഈ $43 ഞാൻ മാറ്റുകയാണ്. അപ്പോൾ ആ എമൗണ്ട് എത്രയും നമ്മൾ അടിച്ചു കൊടുക്കുക കേട്ടോ. നമ്മൾ അടിച്ചു കൊടുക്കുന്നത് 43. ഞാനിത് സെൻഡ് OTP കൊടുത്തു. ഇപ്പം എന്ത് ചെയ്തു, എൻ്റെ മെയിലിലേക്ക്, എൻ്റെ Gmailയിലേക്ക് ഒരു OTP വന്നിട്ടുണ്ട്, അതിവിടെ അടിച്ചു കൊടുക്കണം ഇനി. അപ്പോൾ അതിന് വേണ്ടി ഞാൻ എൻ്റെ Gmail ഓപ്പൺ ചെയ്യുകയാണ്. ഓക്കെ, ഞാൻ എൻ്റെ മെയിലിൽ പോയിട്ട് എൻ്റെ OTP എടുക്കുന്നു. അപ്പോൾ ഞാൻ മെയിൽ ഓപ്പൺ ചെയ്യുകയാണ്. മെയിൽ ഓപ്പൺ ചെയ്ത് വരുമ്പോൾ നമുക്ക് അവിടെ OTP കാണാൻ പറ്റും. അപ്പോൾ ഞാൻ എൻ്റെ മെയിലിൽ പോയിട്ട് എൻ്റെ OTP എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് നോക്കാം എത്ര അവിടെ മെയിൽ ID യിൽ. അപ്പോൾ നമുക്ക് മെയിൽ ID ഓപ്പൺ ചെയ്തു.
ഓപ്പൺ ചെയ്തപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ, 822.60 822.60 എന്ന OTP വന്നത്. 822.60 അല്ലേ. ട്രാൻസ്ഫർ ബാലൻസ് ഞാൻ ട്രാൻസ്ഫർ ബാലൻസ് ആക്കണം. അപ്പോൾ മുകളിൽ കണ്ടോ, ബാലൻസ് ട്രാൻസ്ഫേർഡ് സക്സസ്ഫുള്ളി. ഓക്കെ, ഇനി ഞാൻ എൻ്റെ മറ്റൊരു ഐ ഡി ഉണ്ട്, മറ്റൊരു ഐ ഡിയിൽ എനിക്ക് വരുമാനമുണ്ട്, അതിന് ഞാൻ മാറ്റാൻ പോകുന്നുണ്ട്. എൻ്റെ മറ്റൊരു ഐ ഡിയിലുള്ള വരുമാനത്തെ ഞാൻ മാറ്റുകയാണ് കേട്ടോ. അപ്പോൾ നോക്കാം. അപ്പോൾ ഏത് ഐ ഡിയിലത്തെ വരുമാനം നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ കൊണ്ടുവരാം. ഓക്കെ, നമ്മളെ ഇനി വേറൊരു ഐ ഡിയിലത്തെ വരുമാനം ഇവിടെ കൊണ്ടുവരുന്നില്ല. $1 ആണെങ്കിൽ $2 ഒക്കെ നമുക്ക് കൊണ്ടുവരാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ എൻ്റെ ഉണ്ടോ ഒരു ഐ ഡി മറ്റൊരു ഐ ഡി ഓപ്പൺ ചെയ്യാം. ഈ ഐ ഡിയിൽ ഞാൻ ലോഗൗട്ടാക്കുന്നു. ലോഗൗട്ടായി. ഇനി ഞാൻ എൻ്റെ മറ്റൊരു ഐ ഡി ഓപ്പൺ ചെയ്യുകയാണ്. മറ്റൊരു ഐ ഡി ഞാൻ ഓപ്പൺ ചെയ്തു. അതിൻ്റെ യൂസർ ഐ ഡിയും പാസ്വേഡും വെച്ച് ഓപ്പൺ ചെയ്തു. കണ്ടോ, ഇപ്പോൾ ഇവിടെ കാണാൻ, ഇവിടെ 2 USDT ഉള്ളത്. എൻ്റെ പേരൊക്കെ ഇവിടെ കാണാം. ഇതിലുള്ള 2 USDTനെ ഞാൻ എൻ്റെ മെയിൻ ഐ ഡിയിലേക്ക് മാറ്റുകയാണ്. അതിനു വേണ്ടി നമ്മൾ മെനു ക്ലിക്ക് ചെയ്തു. ഇവിടെ ഇൻ്റർഫേസിൽ കുറേ കാര്യങ്ങൾ വന്നു. ഇവിടെ കാണാൻ പറ്റും ഇൻറ്റേർണൽ ട്രാൻസ്ഫർ. ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഇൻറ്റേർണൽ ട്രാൻസ്ഫർ. ക്ലിക്ക് ചെയ്തു ഉണ്ടോ. അപ്പോൾ മെയിൻ ബാലൻസ് നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഇനി നമ്മൾ മാറ്റുന്ന ഐ ഡി നമ്പർ, ഏത് ഐ ഡിയിലേക്കാണോ നമ്മൾ മാറ്റുന്നത് ആ ഐ ഡി നമ്പർ അടിച്ചു കൊടുക്കുക. ഞാൻ എൻ്റെ ഈ മെയിൻ ഐ ഡിയിലേക്കാണ് മാറ്റുന്നത്. എത്രയാണ് ഈ ഐ ഡിയിൽ നിന്ന് മാറ്റുന്നത്? $2. $2 അടിച്ചു കൊടുത്തു. സെൻഡ് OTP കൊടുത്തു. സെൻഡ് OTP ഞാൻ ഇവിടെ കൊടുത്തു. ഇപ്പം എൻ്റെ മെയിലിലേക്ക് ഒരു OTP വന്നിട്ടുണ്ട്. അത് ഞാൻ എൻ്റെ മെയിലിൽ പോയി എടുക്കുകയാണ്. ഞാൻ എൻ്റെ മെയിലിൽ പോയിട്ട് അത് എടുക്കുകയാണ്. നോക്കാം, ഇവിടെ വന്നിട്ടുണ്ട് മെയിൽ OTP വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. 585.50 അത് ഇവിടെ അടിച്ചു കൊടുക്കുക. 585.50 ആ OTP ഞാൻ ഇവിടെ അടിച്ചു കൊടുത്തു. ട്രാൻസ്ഫർ ബാലൻസ് ക്ലിക്ക് ചെയ്യുക. ഞാൻ ക്ലിക്ക് ചെയ്തു. ഏറ്റവും മുകളിൽ നോക്കുക കേട്ടോ, ഏറ്റവും ടോപ്പിൽ നോക്കണ്ടേ കേട്ടോ, ബാലൻസ് ട്രാൻസ്ഫേർഡ് സക്സസ്ഫുള്ളി ചെയ്തു. അപ്പോൾ ആ $2 ഞാൻ എന്ത് ചെയ്തു, എൻ്റെ മെയിൻ ഐ ഡിയിലേക്ക് കൊണ്ടുവന്നു. ഇങ്ങനെ നമ്മൾക്ക് ഉള്ള ഒന്നിലധികം ഐ ഡികളിലെ കറണ്ട് ബാലൻസ് USDTനെ നമുക്ക് നമ്മുടെ ഒരു ഐ ഡിയിലേക്ക് കൊണ്ടുവരാം. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ അതിനെ നമ്മുടെ എക്സ്ചേഞ്ചിലേക്ക് മാറ്റി, എക്സ്ചേഞ്ചിൽ നിന്നും ട്രസ്റ്റ് വാലറ്റിലേക്ക് മാറ്റി നമുക്ക് ആവശ്യമുള്ളവർക്ക് USDT കൊടുക്കാം. ഒരു രീതി അത് നമ്മൾ 2 ദിവസം മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഒന്നിലധികം ഐ ഡികൾ ഉണ്ടെങ്കിൽ ആ ഒന്നിലധികം ഐ ഡികളിലെ ഇംഗത്തെ ഒരു ഐ ഡിയിലേക്ക് കൊണ്ടുവന്ന് എല്ലാ USDTനെയും ഒരു ഐ ഡിയിലേക്ക് എത്തിച്ച് നമ്മളെ ലീഡർക്ക് വേണമെങ്കിൽ നമുക്ക് USDT ഇതേപോലെ അയച്ചു കൊടുക്കാം. അദ്ദേഹത്തിൻ്റെ ഐ ഡി നമ്പർ വാങ്ങി നമുക്ക് നമ്മളെ ഐ ഡിയിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ഐ ഡിയിലേക്ക് USDT കൊടുത്തിട്ട് നമ്മൾക്ക് ക്യാഷ് വാങ്ങാം. എന്നിട്ട് നമുക്ക് ഇപ്പോഴുള്ള പ്രശ്നങ്ങൾക്ക് ഒരു സൊല്യൂഷൻ കണ്ടെത്താം. പല ആളുകൾക്കും ബാങ്കിൽ അടവുണ്ടാവും, വണ്ടിൻ്റെ അടവുണ്ടാവും, പല ആളുകൾക്കും പല അത്യാവശ്യ കാര്യങ്ങൾക്കും ക്യാഷ് ആവശ്യമുണ്ടാവും. അങ്ങനെ അത്യാവശ്യ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ക്യാഷ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളെ ഐ ഡിയിലുള്ള എല്ലാ ഇംഗത്തെയും ഒരു ഐ ഡിയിലേക്ക് കൊണ്ടുവന്ന് എല്ലാ USDTനെയും ഒരുമിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നന്നായി വർക്ക് ചെയ്യുന്ന ലീഡേഴ്സിന് അത് ട്രാൻസ്ഫർ ചെയ്ത് അവരോട് നിങ്ങൾക്ക് ക്യാഷ് വാങ്ങി തൽക്കാലം നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ കഴിയും. അല്ല, നിങ്ങൾക്ക് അത്യാവശ്യം അർജൻറ്റൊന്നും ക്യാഷിനില്ലെങ്കിൽ നിങ്ങളെ അക്കൗണ്ടിലേക്ക് തന്നെ മാറ്റാൻ 2 ആഴ്ച മിനിമം ഒരു 10-12 ദിവസം നിങ്ങൾ വെയിറ്റ് ചെയ്യണം. എന്നാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നിങ്ങളെ വാലറ്റിലുള്ള ക്യാഷ് നിങ്ങളെ ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റാനും നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് പ്രശ്നങ്ങൾ എപ്പോഴും ഉണ്ടാവും. പ്രശ്നങ്ങൾ കടൽ തിരമാലകളെ പോലെയാണ്.
ഒരു പ്രശ്നം കഴിയുമ്പോൾ മറ്റൊരു പ്രശ്നം, ഒരു പ്രശ്നം കഴിയുമ്പോൾ അങ്ങനെ ഉണ്ടാവുക. ജീവിതം അങ്ങനെ തന്നെയാണ്. അപ്പോൾ ജീവിതത്തിൽ പ്രശ്നങ്ങൾ നമ്മൾ അതിജീവിച്ചു കൊണ്ട് മുന്നോട്ട് പോകണം. പ്രശ്നങ്ങളെ അതിജീവിച്ച് നമ്മൾ മുന്നോട്ട് പോകണം. ആ വ്യക്തിയാണ് വിജയി. മനസ്സിലായി? അപ്പോൾ അതുകൊണ്ട് നമ്മളെ പ്രശ്നങ്ങൾക്ക് നമ്മൾ സൊല്യൂഷൻ കണ്ടെത്തി, അതിനൊരു പരിഹാരം കണ്ടെത്തി, നമ്മളെ കൂടെ ഉള്ളവർക്കും ഒരു ഹെൽപ്പായി. നമുക്ക് എപ്പോഴും ഒരു ഹെൽപ്പ് മെൻറ്റാലിറ്റി വേണം. നമ്മളെ കൂടെ ഉള്ളവരെ പ്രശ്നങ്ങൾ നമ്മൾ പരിഹരിച്ച് കൊടുത്ത് അവരടുത്തുള്ള USDT വാങ്ങി നമ്മളടുത്തുള്ള ക്യാഷ് അവർക്ക് കൊടുക്കുക. അത് നമുക്ക് പുതിയ എൻട്രി വരുന്നുണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ ചെയ്യാൻ കഴിയുള്ളൂ കേട്ടോ. ഞാൻ അങ്ങനത്തെ കേസുകളൊക്കെ പരിഹരിച്ചിട്ടുണ്ട്. അപ്പോൾ പുതിയ എൻട്രി വരുമ്പോൾ ഞാൻ ചെയ്യുന്നത് കമ്പനിയിലേക്ക് ക്യാഷ് കൊടുക്കാൻ പറയുന്നില്ല. എൻ്റെ അക്കൗണ്ട് കൊടുത്തിട്ട് ഞാൻ എൻ്റെ അക്കൗണ്ടിലേക്ക് ക്യാഷ് വാങ്ങുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇതുപോലെ പ്രശ്നങ്ങളുള്ള ആളുകൾക്ക് ഞാൻ എന്നാൽ കഴിയുന്ന ഹെൽപ്പുകളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അങ്ങനെ നിങ്ങളെല്ലാവരും ശ്രമിച്ചാൽ എല്ലാവർക്കും ഇപ്പോഴുള്ള പ്രോബ്ലംസിന് ഒരു സൊല്യൂഷൻ കണ്ടെത്തി കൊടുക്കാൻ നമുക്കെല്ലാവർക്കും കഴിയുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ നിങ്ങളെ കൊണ്ട് കഴിയുന്ന എല്ലാ ഹെൽപ്പുകളും നമ്മളെ കൂടെ നമ്മളെ വിശ്വസിച്ച് അപെക്സ് എന്ന കമ്പനി വിശ്വസിച്ച് വന്നവരുണ്ട്. അവർക്ക് നമ്മളെപ്പോഴും ഒരു താങ്ങും തണലുമായി മാറുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തൽക്കാലം ഞാൻ ഈ വോയിസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ജയ് ഇന്ത്യ, ജയ് അപെക്സ്. റഷീദ് അലി മാസ്റ്റർ, മഞ്ചേരി.